അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതെല്ലാം പലതവണ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരള പോലീസിനെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനം താളം തെറ്റിയിരിക്കുകയാണ് എന്നുള്ള ദയനീയമായ ഒരു അവസ്ഥയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണ്. ഓപ്പറേഷൻ ആഗ് കൊട്ടിഘോഷിച്ച് തുടങ്ങിയതാണ്, അതിൻ്റെ പുതിയ ഘട്ടമാണ്. ഈ മാസം ഏതാണ്ട് രണ്ടാം പകുതിയോടുകൂടി, അത് തിരുവനന്തപുരത്താണ് തുടങ്ങിയത്. കരമനയിലുണ്ടായ ആ കൊലപാതകത്തിന് ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും തുടങ്ങുകയായിരുന്നു. അത് പതുക്കെ കൊച്ചിയിലേക്കും അത് നീട്ടി. ഇനി 3 ദിവസം കൂടി ഓപ്പറേഷൻ ആഗ് ഉണ്ട് എന്ന് ആലുവ റൂറൽ SP അറിയിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ തമ്മനം ഫൈസൽ എന്ന ഗുണ്ടയുടെ വീട്ടിലേക്ക് ഒരു SI കടന്നു ചെന്നത്. അവിടെ ടോയ്ലറ്റിൽ നിന്ന് ആരെയാണ് പിടിച്ചത്? DYSPയെയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? കേരള പോലീസ് ഇനി തലയിൽ മുണ്ടിട്ട് നടന്നാൽ മതി. കേൾക്കുന്നുണ്ട്. ഹസ്കർ പറഞ്ഞോളൂ. മഞ്ജുഷ്, കേരള പോലീസ് ഇപ്പോഴും ഒരു 1% വരുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നവരായിട്ടുള്ളവരുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ്ങിൽ കേരള പോലീസിന്റെ റാങ്ക് എന്ന് പറയുന്നത് 1ാം സ്ഥാനം. കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും കേരള പോലീസ് അങ്ങനെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ മികച്ച പോലീസിംഗ് സംവിധാനം കേരളത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് കാണാതെ കേരള പോലീസിൽ ആകമാനം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ അവർക്ക് തണലൊരുക്കുന്ന ആളുകളായി കേരള പോലീസിനെ തരം താഴ്ത്തി കാണുമ്പോൾ കേരള പോലീസിന്റെ മൊറയിലിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, കേരള പോലീസിനെ നിർവീര്യമാക്കുന്നത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ്. അല്ലാതെ കേരള പോലീസിന്റെ മൊറയിലിനെ നശിപ്പിക്കുന്നത് ഗുണ്ട ആക്രമണങ്ങളും ഗുണ്ടകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിടുന്ന മാധ്യമങ്ങളല്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, അത് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. ഈ മൊറയിലിനെ നശിപ്പിക്കുന്നത് ആ സംവിധാനം തന്നെയാണ് നശിപ്പിക്കുന്നത്. നല്ല ഒരുപാട് പോലീസുകാർ സംസ്ഥാനത്തുണ്ട്, അവരുടെ ആത്മവീര്യം നശിപ്പിക്കുകയാണ്. ഗുണ്ടകളെ പിടിക്കുന്നതിന് വേണ്ടി SIമാർ പുറപ്പെടുന്ന സമയത്ത് തന്നെ വിവരം അവിടെ കിട്ടുകയാണ്. അവിടെ വിരുന്നുണ്ണുന്നത് കേരള പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഇത് നല്ല സന്ദേശമല്ല പുറത്തേക്ക് നൽകുന്നത്. ഗുണ്ടകൾ വിലസുന്നു, അവർ റീൽസ് ഇടുന്നു, ഇവരെല്ലാം ക്രിമിനൽ ലിസ്റ്റിലുള്ളവരാണ്, ഇവർക്കെതിരെ പല കേസുകൾ ഉള്ളവരാണ്. എന്നിട്ടും ആരെയും പിടിക്കുന്നില്ല. മഞ്ജുഷ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അങ്ങുകൂടി മനസ്സിലാക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ കള്ളനാണയങ്ങളില്ലേ? ഞങ്ങൾ അഭിഭാഷകർക്കിടയിലും കള്ളനാണയങ്ങളുണ്ട്. ഏതു സമൂഹത്തിലും ഇത്തരം കള്ളനാണയങ്ങളുണ്ട്. അത്തരം കള്ളനാണയങ്ങൾ പോലീസിലുമുണ്ട്. 50 ലക്ഷം വരുന്ന ഒരു വലിയ സേനയാണ് പോലീസ്. ആ പോലീസിൽ സമൂഹത്തിലെ പുഴുക്കുത്തുകൾ, ഇങ്ങനെ ആ ജീർണതകൾ ആ പോലീസിലേക്കും വരുന്നതിനെ നമുക്ക് ഒരു തരത്തിലും തടയാനാവില്ല. അത് തിരുത്തേണ്ടതും അങ്ങനെ തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള ആളുകൾ പോലീസ് സേനയിൽ ഉണ്ട് എങ്കിൽ അവർ വ്യക്തിപരമായാണത് തിരുത്തേണ്ടത്. അല്ലല്ല, വ്യക്തിപരമായിട്ടല്ല തിരുത്തേണ്ടത്. ഇതേ ആളുകൾ തന്നെ ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ സാബു എന്നയാൾ റിട്ടയർമെന്റിന് 3 ദിവസം മുൻപ് വരെ സേനയിൽ തുടരുന്നു എങ്കിൽ അയാൾക്ക് കൃത്യമായ സഹായം മേലാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അയാളും ഗുണ്ടകളും അയാളും ക്രിമിനൽസുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ പോലും ഉണ്ടാകും. അയാളുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കൂ താങ്കൾ. അങ്ങനെ ഓരോരോ ഇത്തരത്തിലുള്ള ഏമാന്മാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ വ്യക്തിപരമായി ഇടപെടുന്നവരല്ല അവരൊന്നും. ആ ബന്ധത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ടാകും. ഈ ഗുണ്ടകളെ വളർത്തുന്നതും ഇവർ തന്നെയാണ്. എന്നിട്ട് വന്ന് മേനി പറയരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ SP പറയുകയാണ് 2000-ഓളം ഗുണ്ടകളെ ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ് എന്ന്. കണക്കിവിടെ അഡ്വക്കേറ്റ് T അസഫ് അലി പറഞ്ഞു എത്ര പേരെ അകത്താക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതില് കേരളത്തിലൊരു സമഗ്രമായ ഒരു നിയമമുണ്ട്. ആ കാപ്പ ആക്ടിന്റെ പരിധിയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ പോലീസ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വിമർശനം ഇക്കാര്യത്തിൽ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിട്ടും കേരളത്തിൽ ഗുണ്ടകൾ വിലസുന്നു എന്നുള്ളതാണോ നിങ്ങൾ പരിശോധിക്കുന്നത്? കേരളത്തിലെ ജയിലുകൾ ഇന്ന് അതിന് താങ്ങാൻ കഴിയുന്നതിലും ഇരട്ടിയിലധികം കുറ്റവാളികളെയും അല്ലെങ്കിൽ കുറ്റാരോപിതരെയും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതാണ് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ. ആ ജയിലുകളിൽ ഇത്രയധികം ജയിലുകൾ നിറയുന്നു എങ്കിൽ അത് പോലീസ് സമഗ്രമായി കേരളത്തിൽ ജാഗരൂകരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കേരളത്തിലെ പോലീസ്, നമ്മളെല്ലാവരും വീട്ടിൽ രാത്രി വളരെ സുഗമമായി ഉറങ്ങുമ്പോൾ അവർ ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ നിരത്തുകളിൽ ജാഗ്രതയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് എന്ന വസ്തുത മനസ്സിലാക്കണം. അതിൽ ചില കുറ്റവാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണെന്ന് 97 കുറ്റവാളികളായിട്ടുള്ള പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടാൻ തയ്യാറായിട്ടുള്ളത്.
ഇനിയും അതിൽ 500-ലധികം പേർ ആ ലിസ്റ്റിൽ ഇനിയും പെൻഡിംഗ് ആണ്. അവരെ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളായിട്ടുള്ളവർ പോലീസ് സേനയിൽ ഉണ്ടെങ്കിലോ കുറ്റവാളികളുമായി കൂട്ടുകെട്ടുള്ളവർ പോലീസ് സേനയിൽ ഉണ്ടെങ്കിലോ അവരുടെ കണക്കെടുപ്പെടുക്കുന്നതിന്റെ സാഹചര്യം പോലീസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അവർ ഈ സേനയിൽ ഉണ്ടാവില്ല, അവർ സേനയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു ആർജവമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ ഈ ഒറ്റപ്പെട്ട വസ്തുതകളെ, ഇപ്പോ സാബു എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പി ഫൈസൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ വീട്ടിൽ പോയി എന്നുള്ളതാണ് ഒരു വലിയ അപരാധം ആയി പോലീസ് സേനയെ പറയണ്ട. ലഘൂകരിക്കരുത്. ഈ സർവീസ് കാലയളവിൽ എത്രമാത്രം പൊതുജനങ്ങളുടെ കണ്ണീർ വീഴ്ത്തിയിട്ടുള്ള ആളായിരിക്കും ഈ സാബു എന്നുള്ള ഡിവൈഎസ്പി എന്നുള്ള കാര്യം താങ്കളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ റിട്ടയർമെന്റിന് 2 ദിവസം മുമ്പ് വരെ ഗുണ്ടാ നേതാവിന്റെ വിരുന്നുണ്ണാൻ പോയ ആ പോലീസ് സേമാൻ എത്രമാത്രം വൃത്തികേടുകൾ ഈ സേനയ്ക്കുള്ളിലിരുന്ന് നടത്തിയിട്ടുണ്ട്. അതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇത്തരത്തിലുള്ള എത്രയോ ഗുണിതങ്ങൾ കേരള പോലീസിലുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള മുഖ്യമന്ത്രി പറയുന്നത് പോലെ താങ്കൾ പറയരുത്.